ഹായ് ഫ്രണ്ട്സ്, GSMSR എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹാർദമായ സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത് ഐഫോണുകൾ, അതായത് ഒരു iPhone 7 ആണ്, ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ 40.3 എങ്ങനെയാണ് iCloud ബൈപ്പാസ് ചെയ്ത് ഉപയോഗിക്കുക എന്നാണ്. ഫോണിൻ്റെ പാസ്കോഡ് ലോക്ക് മറന്നുപോയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണത്താൽ നമ്മൾ ഡിവൈസ് ഫോർമാറ്റ് ചെയ്യുകയോ സോഫ്റ്റ്വെയർ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞ് iCloud ID-യുടെ പാസ്വേഡും അറിയില്ല, iCloud അറിയില്ല, അങ്ങനെയുള്ള ഡിവൈസുകൾ നമ്മൾ ഓൺലൈൻ അൺലോക്ക് ചെയ്യണമെങ്കിൽ ഭീമമായൊരു തുക വരും. ചിലപ്പോൾ ഒരു ഫോൺ മേടിക്കുന്നതിൻ്റെ ഏകദേശം പകുതി രൂപയോളം വരും, ചിലവ് വരും. അതൊന്നുമില്ലാതെ നമുക്ക് ഫോണ് ബൈപ്പാസ് ചെയ്തിട്ട് ഉപയോഗിക്കാം. ഇത് GSM ഡിവൈസ് മാത്രമേ കോൾ വർക്കാവുള്ളൂ, MEID ജസ്റ്റ് വൈഫൈയിൽ മാത്രമേ വർക്കാവുള്ളൂ. ഇത് GSM ഡിവൈസാണ്, ഇത് കോള് കാര്യങ്ങളൊക്കെ വർക്കാവും. അപ്പോൾ അത് iCloud ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വൈഫൈ ഒക്കെ കണക്ട് ചെയ്ത് ഒന്ന് നെക്സ്റ്റൊക്കെ അടിച്ച് നോക്കാം, നമുക്ക് ഇതിൽ iCloud ID ഉണ്ടോ എന്താണ് എന്നുള്ള ഫോണിൽ നോക്കി നോക്കാം. വൈഫൈ ഒക്കെ കണക്ട് ചെയ്ത് നെക്സ്റ്റ് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കണ്ടില്ലേ, iCloud ID ഉണ്ട്, പാസ്വേഡും ഉണ്ട്. ഇത് രണ്ടും അറിയില്ല, എന്ത് ചെയ്യും? അപ്പോൾ ഇങ്ങനത്തെ ഡിവൈസുകൾ നമുക്ക് ബൈപ്പാസ് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന കാര്യമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പം വീഡിയോ പൂർണ്ണമായും കാണുക. ഓക്കെ, ഒന്നാമത്തെ സ്റ്റെപ്പ് ഒരു 4GB അല്ലെങ്കിൽ 8GB അല്ലെങ്കിൽ 16GB ഉള്ള ഒരു പെൻ ഡ്രൈവർ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യുക. അതിനുശേഷം ചെക്ര 0.12.2 വെർഷൻ ഫയൽ ഡൗൺലോഡ് ചെയ്ത്, ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ്. ഡൗൺലോഡ് ചെയ്ത ഫയൽ എക്സ്ട്രാക്റ്റ് ചെയ്യുക. പിന്നീട് റുഫൂസ് സോഫ്റ്റ്വെയർ ആണ്, റുഫൂസ് സോഫ്റ്റ്വെയർ ലേറ്റസ്റ്റ് വെർഷൻ, അതുപോലെ തന്നെ അതും ഡൗൺലോഡ് ചെയ്യുക. അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ്. എക്സ്ട്രാക്റ്റ് ചെയ്ത ഫയൽ റുഫൂസ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് ISO ഫയൽ സെലക്ട് ചെയ്ത് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ 1-2 പ്രാവശ്യം ഓക്കെ അടിക്കാനൊക്കെ വരും. അത് നോർമലായിട്ട് നമ്മൾ കണ്ടാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. ഓക്കെ അടിച്ചു കൊടുത്താൽ മതി. ഞാൻ ഇത് മുന്നേ ഇത് ബൂട്ടബിൾ പെൻ ഡ്രൈവർ ആക്കി മാറ്റിയതാണ്. അതുകൊണ്ട് ഞാൻ ബൂട്ടബിൾ പെൻ ഡ്രൈവ് ആക്കാൻ വേണ്ടി ഒന്നുകൂടെ ശ്രമിക്കുന്നില്ല. ഇത് കണ്ടില്ലേ, ഇത് ഞാൻ ഓൾറെഡി ബൂട്ടബിൾ പെൻ ഡ്രൈവ് ആക്കി വെച്ചതാണ്. ഇത് തന്നെ ഡയറക്റ്റ് യൂസ് ചെയ്താൽ മതി എനിക്ക്. അപ്പോൾ നിങ്ങൾക്ക് പുതിയതൊന്ന് ക്രിയേറ്റ് ചെയ്യണം. അത് സിമ്പിളാണ്, നോർമലായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ചെയ്താൽ മതി. നമ്മൾ ബൂട്ടബിൾ പെൻ ഡ്രൈവറായി ക്രിയേറ്റ് ചെയ്ത പെൻ ഡ്രൈവർ കമ്പ്യൂട്ടറിൽ കണക്റ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ കണക്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഡിക്റ്റേറ്റ് ചെയ്യുന്ന കാണിക്കാൻ കണ്ടില്ലേ. ഇപ്പോൾ ഞാൻ കണക്ട് ചെയ്താൽ പെൻ ഡ്രൈവറോടെ കമ്പ്യൂട്ടറിൽ എടുത്തതായി കാണിക്കുന്നുണ്ട്. അതിനുശേഷം കമ്പ്യൂട്ടർ ഒന്ന് റീസ്റ്റാർട്ട് അടിക്കുക. റീസ്റ്റാർട്ട് ബട്ടൺ അടിച്ചു കൊടുക്കുക. റീസ്റ്റാർട്ട് ബട്ടൺ അടിച്ചിട്ട് നമ്മൾ എല്ലാ കമ്പ്യൂട്ടറിൻ്റെയും നോർമലായിട്ട് F12 കീ ആയിരിക്കും ബൂട്ട് കീ വരുന്നത്. അപ്പം ഇത് ഫുള്ളായിട്ട് ഓഫാകുന്ന വരെ നമ്മൾ കാത്തിരിക്കും. ഓണായി വരാൻ നോക്കുന്ന സമയത്താണ് നമ്മൾ ബൂട്ട് കീ എൻ്റർ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. കുറച്ച് സമയം ഒന്നിങ്ങനെ 1-2-3 പ്രാവശ്യം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പ്രസ് ചെയ്ത് കൊടുക്കാൻ കണ്ടില്ലേ. ഇപ്പോൾ ഇത് ഇങ്ങനെ നമ്മളെ USB പെൻ ഡ്രൈവർ ഇതൊക്കെ ഇങ്ങനെ കാണിക്കുക. അപ്പോൾ നമ്മൾ USB പെൻ ഡ്രൈവർ നമ്മളെ ഇതിനകത്ത് ബൂട്ട് സെറ്റിങ്സിൽ ഡിസേബിൾ ആണെങ്കിൽ എനേബിൾ ആക്കി കൊടുക്കുക. അതുപോലെ തന്നെ EFI ബൂട്ട് അതും ഡിസേബിൾ ആണെങ്കിൽ എനേബിൾ ആക്കി കൊടുക്കുക. EFI ബൂട്ട് വഴിയാണ് ഇതിപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. EFI ബൂട്ട് സെലക്ട് ചെയ്തതിന് ശേഷം കമ്പ്യൂട്ടറിൻ്റെ കീപാഡിലെ എൻ്റർ കീ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എൻ്റർ കീ പ്രസ് ചെയ്ത് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുമ്പോൾ ഇത് ഓണായി വരുന്ന കാണിക്കും. അപ്പോൾ ഞാൻ ഫോണിൽ തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത്, ക്യാമറയൊന്നുമില്ല. അതുകൊണ്ടാണ് എൻ്റെ പടം ഇതിനകത്ത് കാണിക്കേണ്ടത്, ഞാൻ ഫോണും പിടിച്ചിരിക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, എന്തൊക്കെയോ കുറേ എഴുത്ത് കാര്യങ്ങളൊക്കെ വന്ന് പോകുന്നുണ്ട്. ഒരുപാട് കമാൻഡുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കമാൻഡൊക്കെ വന്നതിന് ശേഷം നമ്മൾ ടൂൾ ഇപ്പോൾ ഓപ്പണായി വരും. ടൂൾ ഓപ്പണായി വന്നു. ചെക്ര കണ്ടില്ലേ, 12.2 വെർഷൻ ഇതാണ്. ഇത് വഴിയാണ് നമ്മൾ ജെയിൽ ബ്രേക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് ചെക്ര വെർഷൻ. ഇതാണ് സോഫ്റ്റ്വെയർ നമ്മൾ ജെയിൽ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഇതാണ്. ഫോൺ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഈ iPhone 7 GSM 14.3 40.3 കണക്റ്റായി കാണാം. ഫസ്റ്റ് എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ സെലക്ട് ചെയ്ത് എൻ്റർ അടിക്കുക. ഒന്നും കൂടെ എൻ്റർ അടിക്കുക. അപ്പോൾ ഫോണ് റിക്കവറി മോഡിലേക്ക് വരും. റിക്കവറി മോഡിലേക്ക് വരുന്നത് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടല്ലേ, ഫോണ് ഇപ്പോൾ റിക്കവറി മോഡിലേക്ക് വരും. റിക്കവറി മോഡിൽ കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിനകത്ത് കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ചെയ്യണം.
അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. DFE മോഡിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക എന്നാണ് നെക്സ്റ്റ്. ഇനി DFE മോഡിലേക്ക് ഫോൺ കണക്ട് ചെയ്ത് കൊടുക്കുക. അതിന് ഫസ്റ്റ് ടൂളിൽ സ്റ്റാർട്ടിൽ സെലക്ട് ആയിട്ടാണുള്ളത്. എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ചതിന് ശേഷം വോളിയം ഡൗണും പവർ ഒരുമിച്ച് പ്രസ് ചെയ്യുക. 1 2 3 4 സെക്കൻഡ് കഴിയുമ്പോൾ പവർ വിട്ടിട്ട് വോളിയം ഡൗൺ കീപ്പ് ചെയ്യുക. ഒരു 5 6 7 സെക്കൻഡിൻ്റെ ഉള്ളിൽ തന്നെ ഇത് കണക്റ്റ് ആവും. അപ്പോൾ ടൈമിങ് കാണിക്കണ്ടല്ലോ. അപ്പോൾ DFEയിൽ കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ജയിൽ ബ്രേക്ക് DFEയിൽ കണക്റ്റ് ആയി പ്രോസസ്സിങ് ആരംഭിച്ചു. അപ്പം ജയിൽ ബ്രേക്ക് ആണ് ഇനിയിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജയിൽ ബ്രേക്ക് നടക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ജയിൽ ബ്രേക്ക് നടക്കുമ്പോൾ ഫോണിൽ കുറച്ച് കമാൻഡ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്ന കാണാം. ഉണ്ടല്ലേ, ഇപ്പോൾ ഫോണിൽ വരും ഉണ്ടല്ലേ, നമ്മുടെ ചക്ര വേർഷൻ്റെ ഇതും ഫോട്ടോവും ജയിൽ ബ്രേക്ക് കുറേ കമാൻഡുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഇനി ഫോണ് ഒന്ന് റീസ്റ്റാർട്ട് ആകും പോലെ ഒന്ന് ഓഫായി ഓണായി വരും പോലെ ഇങ്ങനെ വരും ഉണ്ടല്ലേ. സിമ്പലൊക്കെ അങ്ങ് പോയി ഫുള്ളായിട്ട് ഓണായിട്ട് വരും. ഫുള്ളായി ഓണായി വന്നു കഴിഞ്ഞ് ഇപ്പോൾ ഓണായി വരും. കണ്ട ഓണായി. അപ്പോൾ ഈ ബൂട്ടിങ്ങിന് കാണിക്കുന്ന സ്ഥലത്ത് ഓൾ ഡണ്ണ് കാണിക്കും. ഓൾ ഡണ്ണ് കാണിച്ചു കഴിഞ്ഞാൽ ജയിൽ ബ്രേക്ക് കംപ്ലീറ്റ് ആയി. ജയിൽ ബ്രേക്കിൻ്റെ പരിപാടി കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് ബൈപ്പാസ് ചെയ്യുക എന്നാണ്. ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി PC റീസ്റ്റാർട്ട് ചെയ്ത് പൂർവ്വസ്ഥിതിയിലേക്ക് ഓണാക്കാം. ഇപ്പം ഞാൻ റീസ്റ്റാർട്ട് ചെയ്ത് ഓണാക്കിയതാണ്. അതിനുശേഷം നമ്മളെ ഫോൺ നോർമൽ മോഡിൽ തന്നെ കണക്ട് ചെയ്യുക. ഫോൺ റീസ്റ്റാർട്ട് ആക്കുകയോ സ്വിച്ച് ഓഫ് ആക്കുകയോ ഒന്നും ചെയ്യരുത്. അതിനുശേഷം ടൂൾ ഓപ്പൺ ആക്കി ടൂള് ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി പോകാം. ജസ്റ്റ് ഫോൺ നോർമൽ മോഡിൽ കണക്ട് ചെയ്തിട്ട് ബൈപ്പാസ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. ഇല്ല, ഫോൺ കണക്റ്റ് ആയിട്ടുണ്ട്. ബൈപ്പാസിങ് സ്റ്റാർട്ടായി വരും. ഒരു 1 2 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്ത് കൊടുക്കണം. ഐഫോൺ അല്ലേ, ഐഫോൺ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഒരു 1 2 മിനിറ്റ്, കൂടിപ്പോയാലും ഒരു 3 മിനിറ്റൊക്കെ. 3 മിനിറ്റ് ഒന്നും എടുക്കില്ല, 2 മിനിറ്റ് കൊണ്ടൊക്കെ ബൈപ്പാസ് കംപ്ലീറ്റ് ആവും. ബൈപ്പാസ് കംപ്ലീറ്റ് ആയാലും അടിയിൽ എഴുതി കാണിക്കും ബൈപ്പാസ് കംപ്ലീറ്റഡ് ആയി എന്നുള്ളത്. അത് കണ്ടില്ലേ, ഇപ്പോൾ മെസ്സേജ് വരാൻ വേണ്ട വന്ന് നമ്മളായിട്ടുള്ള ബൈപ്പാസ് കംപ്ലീറ്റ് ആയി. ഇനി ആക്ടിവേഷൻ ചെയ്ത് നോക്കാം. നമുക്ക് ഫോൺ എടുത്തൊന്ന് ആക്ടിവേഷൻ ചെയ്ത് നോക്കാം. ബൈപ്പാസ് കംപ്ലീറ്റഡ് ആയി എന്നാണ് നമ്മൾ സോഫ്റ്റ്വെയർ പറഞ്ഞത്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വൈഫൈ ഒക്കെ ഓൾറെഡി കണക്റ്റഡ് ആണ്. നമുക്കൊന്ന് റീജിയൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇന്ത്യ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റീജിയൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇന്ത്യയാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഇനി നെക്സ്റ്റ് അടിക്കുക. സ്കിപ്പ് അടിക്കാനുള്ള ഓപ്ഷൻ സ്കിപ്പ്, നെക്സ്റ്റ് അടിക്കാനുള്ള ഓപ്ഷൻ നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ പാസ്കോഡ് ആഡ് ചെയ്യുന്നില്ല, പിന്നീട് ആഡ് ചെയ്യാം. ഓക്കെ, അതൊക്കെ പിന്നീട് ആഡ് ചെയ്യാം. ആപ്പിൾ ID ഒക്കെ പിന്നീട് ആഡ് ചെയ്യാൻ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഫുള്ളായിട്ട് ആക്ടിവേഷൻ ആക്കാം, സാധാരണ നോർമൽ ആക്ടിവേഷൻ ചെയ്യുമ്പോൾ തന്നെ. എഗ്രി അടിക്കാനുള്ളതൊക്കെ എഗ്രി അടിച്ച് പെർമിഷനൊക്കെ കൊടുത്ത് സാധാ ഒരു ഐഫോൺ എങ്ങനെയാണോ ആക്ടിവേഷൻ ചെയ്യുന്നത് അതുമാതിരി തന്നെ സെയിം. കണ്ട, വെൽക്കം ടു ഐഫോൺ. നമ്മൾ iCloud ബൈപ്പാസ് കംപ്ലീറ്റ് ആയി വെൽക്കം പറഞ്ഞു. കണ്ട, ഓണായി, കംപ്ലീറ്റഡ് ആയി. ഇതിന് സാധാരണ നോർമൽ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ iCloud ബൈപ്പാസ്. അപ്പോൾ ഇനി ഫോൺ നമുക്ക് ഇതിൻ്റെ OS വെർഷനൊക്കെ ഒന്ന് നോക്കാൻ കണ്ടില്ലേ, 40.3 OS വെർഷൻ കണ്ടില്ലേ, 40.3 ആണ്. 40.3 iPhone 7. ഇതുപോലെ iPhone Xോ 8ഓ ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഒന്ന് റീസ്റ്റാർട്ട് ആക്കി നോക്കാം ഫോണ്. എന്തെങ്കിലും റീസ്റ്റാർട്ടിങ് പ്രശ്നമുണ്ടോ, ഹാങ്ങിങ് ഉണ്ടോ അത് ചെക്ക് ചെയ്ത് നോക്കാം. ഓഫായിക്കൊണ്ടിരിക്കുകയാണ്. ഓഫായി, കുറച്ച് കറങ്ങുന്നുണ്ട്, ഇപ്പോൾ ഓഫാവും. ഓഫായി. ഇനി ഒന്ന് പവർ ഓൺ ചെയ്യാം. ഫുള്ളായി ഓണായി വരുന്നുണ്ടോ എന്ന് നോക്കണമല്ലോ. ആപ്പിൾ ലോഗോ വന്ന് ഇപ്പോൾ ഓണായി വരും. ഇതാണ് iCloud ബൈപ്പാസിങ്. ഇത് ഏത് മോഡൽ വേണമെങ്കിലും ചെയ്യാം. 6S മുതൽ X വരെയാണ് കോൾ കാര്യങ്ങളൊക്കെ സപ്പോർട്ടാവുള്ളൂ. GSM ഡിവൈസിൽ, MEID ഡിവൈസിൽ കോൾ വർക്കാവില്ല. ഇതാണ് iCloud ബൈപ്പാസ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമൻ്റ് അടിക്കുക. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എൻ്റെ സൗണ്ടിൽ ഞാനങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്യാറില്ല. ഇത് 2ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരുടെ സഹകരണവും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.